കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നടക്കാനിരുന്ന ലോക കേരള സഭയുടെ എല്ലാ പരിപാടികളും ഒഴിവാക്കി. ഉദ്ഘാടന സമ്മേളനവും സെമിനാറും ആഘോഷ പരിപാടികളുമാണ് റദ്ദാക്കിയത്. അതേസമയം നാളെയും മറ്റന്നാളും നിയമസഭ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടത്താനിരുന്ന പ്രതിനിധി സമ്മേളനം നേരത്തെ തീരുമാനിച്ച പ്രകാരം തന്നെ ഉണ്ടാകും. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് നേരത്തെ ആഘോഷപൂർവ്വം ഉദ്ഘാടന സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭ മാറ്റിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടതോടെ സർക്കാർ ആദ്യ ദിവസത്തെ പരിപാടികൾ ഒഴിവാക്കുകയായിരുന്നു. മുഖ്യമന്ത്രി നടത്താനിരുന്ന ഉദ്ഘാടന സമ്മേളനവും മസ്കറ്റ് ഹോട്ടലിൽ തീരുമാനിച്ചിരുന്ന ഓൺലൈൻ പോർട്ടലിന്റെ ലോഞ്ചും ആഘോഷ പരിപാടികളും സെമിനാറുകളുമാണ് ഒഴിവാക്കിയത്. എന്നാൽ നാളെയും മറ്റന്നാളും നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ പ്രതിനിധി സമ്മേളനം മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും. കഴിഞ്ഞ 3 സമ്മേളനങ്ങളിലെയും പോലെ വിവാദങ്ങളുടെ അകമ്പടിയോടെയാണ് 4ാം ലോക കേരള സഭയും തുടങ്ങുന്നത്. പ്രധാന നിർദ്ദേശങ്ങൾ നടപ്പാക്കിയില്ലെന്നും വിദേശത്തെ മേഖലാ സമ്മേളനങ്ങളുടെ സ്പോൺസർഷിപ്പ് കണക്കുകൾ പുറത്തുവിട്ടില്ലെന്നുമുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കെയാണ് സമ്മേളനം. 200-ലധികം പ്രവാസി പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ 8 വിഷയാധിഷ്ഠിത ചർച്ചകളും മേഖലാ ചർച്ചകൾ നടക്കും. 15-ന് ചർച്ചകളുടെ റിപ്പോർട്ടിംഗ്. ഇതിനുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തോടെയും സ്പീക്കറുടെ സമാപന പ്രസംഗത്തോടെയും 4ാം ലോക കേരള സഭയ്ക്ക് തിരശ്ശീല വീഴും. 24 തിരുവനന്തപുരം.